ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് പീസ് ഞാനെടുത്ത് നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പീസ് ലൈനിങ് എടുത്ത് കറക്റ്റ് നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ലൈനിങ്ങിന് ഇവിടുന്നാണല്ലോ കട്ട് ചെയ്തത്. ബാക്കിൽ നമുക്ക് ഓപ്പൺ വേണ്ടല്ലോ, അതിന് ഇവിടുന്ന് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് എന്നിട്ട് ലൈനിങ്ങിന് തിരിച്ച് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മുടെ വശത്തോടിട്ട്. അപ്പോൾ ഇത് ഓപ്പൺ സൈഡാണ്. എന്നിട്ട് ബാക്ക് പീസ് എടുത്ത് ഇതേപോലെ വെക്കണം. വെച്ചതിന് ശേഷം 1 ഇഞ്ച് ഇറക്കം കൂട്ടണം. ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിന് നമുക്ക് ബാക്ക് പീസിനേക്കാളും 1 ഇഞ്ചല്ല 1.5 ഇഞ്ച് ഇറക്കം കൂട്ടണം കേട്ടോ. 1.5 ഇഞ്ച് ഇറക്കം കൂട്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യും. എളുപ്പ വഴിയാണിത്. ഇതുപോലെ മാർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? ബാക്ക് പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ബാക്കിനേക്കാളും 1.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ബാക്കിൻ്റെ കട്ടിങ്ങിൻ്റെ ആ സൈഡിൽ കൂടെ അടയാളപ്പെടുത്തി. ഇനി അവനെ നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ അളവിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക്, ഇത് ബാക്കിൻ്റെ നെക്കാണ് ഞാൻ ഓർക്കാതെ കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ എത്ര ഉള്ളതെന്ന് നോക്കണം. ലെന്ത് വന്നേക്കുന്നത്, ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ 6 ഇഞ്ച് മതി കേട്ടോ. അവിടെ നമുക്ക് ഇതേപോലെ ഷേപ്പ് എടുക്കാം. കേട്ടോ, ബാക്ക് പീസിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിൻ്റെ ലെന്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെന്ത് എടുത്തു 6 ഇഞ്ച് എടുത്തു. എന്നിട്ട് അവിടെ ഷേപ്പ് എടുത്തു. ഇനി നമ്മുടെ ഇവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ച്, അതായത് ഇവിടുന്ന് മാർക്ക് 1/2 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കളയും. ഫ്രണ്ട് പീസിൽ നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് നോക്കുക കേട്ടോ. പോയിൻറ്റിൻ്റെ ടക്ക് പോയിൻ്റ് വിത്തെന്ന് പറയും. ഇവിടുന്ന് നമ്മൾ കൊളുത്ത് വെക്കുന്ന പടിയിൽ നിന്ന് ഇവിടം പോലുള്ള വീതി നോക്കുക. ഇതിന് വീതി 4.25 ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെ അല്ലേ കൊളുത്ത് വെക്കുന്ന പടി, ഇവിടുന്ന് ഒരു 4.25 മാർക്ക് ചെയ്യുക. 4.25 എന്നുള്ളിടത്ത് അടിച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് പോകും, 4 ഇഞ്ച് പോകും. അപ്പോൾ 4.5 മാർക്ക് ചെയ്യാം. ആ 4.5 മാർക്ക് ചെയ്തതിൻ്റെ നേരെ മുകളിൽ ടക്കിൻ്റെ ലെന്ത് കാണാം, പോയിൻ്റ് ലെന്ത് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇറക്കം നോക്കുക. ഇതാണ് മെയിൻ ടക്ക്. 11 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ നമുക്ക് ഇത് 4.25 ഇവിടുന്ന് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് 11 മാർക്ക് ചെയ്യാം. 11 വേണമ്പോൾ 11.5 ഇടണം. ഇവിടെ 1/2 ഇഞ്ച് അടിച്ചു പോകാനൊരു 11.5 എടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് 11.5 വേണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ മെയിൻ ടക്കിൻ്റെ ഇവിടെ നിന്നുള്ള ലെന്ത് നോക്കുക, 3 ഇഞ്ചുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 3-ന് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ 4 ഇഞ്ച്. 1 ഇഞ്ച് കൂടെ അടിച്ചു പോകുമ്പോൾ അപ്പോൾ 4 ഇഞ്ച് എടുത്തതിന് ശേഷം കണ്ട ഈ ബ്രസ്റ്റ് ഉള്ളവർക്ക് ഈ ലെന്ത് കൂടി വരും. അവിടുന്ന് 3-4 എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഇടുക. ഇനി നേരെ ലൈൻ ഇടുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ടക്കിൻ്റെ വീതി നോക്കുക. 1.5 ഇഞ്ചുണ്ട്. 1.5 ഇവിടെ ഇങ്ങോട്ട് 1.5. എന്നിട്ട് ഈ മെയിൻ ടക്ക്, പിന്നെ ഈ ടക്കിൻ്റെ അകലം നോക്കുക. ഇവിടെ ഒരു 3 ടക്കുണ്ടല്ലോ, 1, 2, ഇത് 3. ഈ അകലം 1, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള കക്ഷത്തോടുള്ള കൈക്കുഴിയുടെ ഭാഗത്ത് 2. ഇവിടുന്ന് ഇങ്ങോട്ട് 2 എടുക്കുക. കൈക്കുഴിയുടെ ഭാഗത്ത് 2,
രണ്ടെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഒന്നെടുത്തിട്ട് ഇങ്ങനെ അതങ്ങ് കൂടെ കിടക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ കട്ടിങ് പീസ് കെട്ടുക. ഇവിടുന്ന് ഈ നീളം വന്നേക്കുന്നത് 4 ഇഞ്ച്, 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച്, ഇവിടുന്ന് 4 ഇഞ്ച് 2. അപ്പോൾ ഈ 2ൽ നിന്ന് ഇവിടോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ 2ൽ നിന്ന് ഇങ്ങനെ പോകും. കണ്ട ഈ കട്ടിങ് പീസ് കെട്ടി കണ്ട. ഇങ്ങനെ നിങ്ങൾ തയ്ച്ചാൽ കറക്റ്റായിരിക്കും. ഞാനിങ്ങനെ മുഖ്യം തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എളുപ്പം കിട്ടുകയും ചെയ്യും. ടക്കിൻ്റെ പോയിൻറ്റിൻ്റെ വിത്ത് കാണും. കണ്ട ടക്ക് പോയിൻ്റെ വീതി 4.25 ഞാൻ ഇപ്പോൾ 4.5 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ടക്ക് പോയിൻറ്റിൻ്റെ ലെന്ത് കണ്ട് അതിൻ്റെ നേരെയാണ്. അപ്പോൾ 11 11.5 മാർക്ക്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് 11.5 മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ മെയിൻ ടക്കില്ലേ, ഇവിടുന്ന് ആ പോയിൻ്റ് മുതൽ താഴെ കട്ടിങ് പീസിന് വരെയുള്ള നീളം നോക്കണം. നമുക്ക് അളവ് തന്നുകൊണ്ട് ആ അളവിൽ നോക്കാം. 3 ഉണ്ട്. അപ്പോൾ 3-ന് ഇവിടെ ഒരു 4 കൊടുക്കുക. നമ്മൾ തയ്ച്ച് വരുമ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോൾ 3-ൽ നിൽക്കും കേട്ടോ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ആ കട്ടിങ് കൂടെ നമുക്ക് നോക്കാം. ഈ പോയിൻ്റ് ഇവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ചാണ് പിടിച്ചേക്കുന്നത് ഈ വിത്ത്. ആ വിത്ത് നോക്കിയാൽ 1.5 ഇഞ്ച്. അപ്പോൾ ഇവിടുന്ന് 1.5 ഈ താഴോട്ട് ലൈൻ ചെയ്ത് വെച്ച് 11.5 ഇവിടെ കൊണ്ടിട്ടേക്കുവാണല്ലോ. അപ്പോൾ താഴോട്ട് 1.5 ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് 1.5. എന്നിട്ട് അവിടെ നിന്ന് ലൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ 11.5 ഇവിടെ വന്ന ലെന്തിൻ്റെ ഈ ലൈൻ അങ്ങ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇത് 3-ന് 4 എടുത്തല്ലേ, ഇവിടെ 2 മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മുടെ ആ കട്ടിങ് പീസിൻ്റെ ഷേപ്പ് എടുക്കാനാണ് ഈ ചെയ്തത്. ഇതിൻ്റെ ലെന്ത് 4 ആയിരുന്നു. അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് 2. ഇതിൻ്റെ ലെന്ത് 4 ആയിരുന്നു 2. അപ്പോൾ ഈ 2-ൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇതിൽ വണ്ണം 9. അപ്പം നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് 9 വേണം. വേസ്റ്റ് ഭാഗത്തെ വണ്ണം 9 വേണം. 9 വേണ്ടതിനടുത്ത് 10.5 എടുക്കണം. 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഈ 10.5 എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ നേരെ എടുക്കരുത്, ചരിച്ച് വരയ്ക്കണം. കണ്ടോ, അപ്പോൾ കട്ടിങ് പീസ് കിട്ടി. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിക്കുന്നുണ്ടല്ലേ ഫ്രണ്ട് പീസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇത് കട്ട് ചെയ്യും. ഈ കട്ടിങ് പീസും കൂടെ കട്ട് ചെയ്യാം. ഇവിടം വരെ ഇത്രയും ചെയ്ത് കണ്ടോ. ഇത് നമ്മൾ ഇവിടെ ടക്ക് പിടിച്ച് പോയിൻ്റ് പിടിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇവിടെ ഈ മെയിൻ ടക്കിൻ്റെ ഇത് പിടിച്ച് കഴിയുമ്പോൾ കണ്ടോ ഈ നീളം കറക്റ്റായിരിക്കും. ഇവിടെ നമുക്ക് ഇത്രയും പടിയെടുത്ത് ഇച്ചിരി 1/2 ഇഞ്ച് ഇവിടെ കുറച്ച് കളയാം കേട്ടോ. ഒരു ഷേപ്പ് നമ്മളിവിടെ ബാക്കിലേക്കാളും ഫ്രണ്ട് 1.5 ഇഞ്ച് കൂട്ടില്ലേ, അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് അങ്ങ് അടക്കണം. അപ്പോൾ നമ്മുടെ അന്നേരം ഈ പടിയുടെ അവിടെ ഒത്തിരി നീളം കാണത്തില്ല. അതുണ്ടായാലും കുഴപ്പമില്ല, തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. പക്ഷേ അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് എടുത്ത് അത് നമുക്ക് ഒന്ന് ബ്ലൗസിനെ ബാധിക്കത്തില്ല. അന്ന് ഇവിടുത്തെ ലെന്ത് ഇച്ചിരി കുറയുന്നേ ഉള്ളൂ. കുറയത്തില്ല, കറക്റ്റായിരിക്കും, ഒരു ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞല്ലോ മെയിൻ പീസിൻ്റെ. ഇനി ഞാൻ ഫ്രണ്ട് പീസ് ഒന്ന് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലൈനിങ് വെച്ച്
ഈ ലൈനിങ് വെച്ച് നമുക്ക് എന്താ വേണം, ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ തുണി ഇങ്ങനെ ബാക്ക് പീസ് കട്ട് ചെയ്ത് ഈ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ നമുക്ക് തുണി ഇങ്ങനെ ഇടാം. തുണി ഇങ്ങനെ ഇട്ടതിന് ശേഷം വേസ്റ്റ് ആക്കരുത് തുണി. അപ്പോൾ നമുക്ക് ഇവിടം വരെ നമുക്ക് ഓപ്പൺ, ഇവിടം വരെ നമുക്ക് കറക്റ്റാണ്. ഇങ്ങോട്ടുള്ളതാണ് നീളം കൈക്കെടുക്കുന്നത്, സ്ലീവിനെടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള നമുക്ക് സ്ലീവിനെടുക്കാം. ഇത് വരയ്ക്കണമെങ്കിൽ വരയ്ക്കുക. ഇതേപോലെ അതേ ഷേപ്പിലും വരച്ചിട്ട് കട്ട് ചെയ്യാം. അല്ല ഇതേപോലെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ഇങ്ങനെ കട്ട് കൊടുക്കാം കേട്ടോ. ടക്ക് വരുന്ന ലൈനാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. ഇന്ന് മടക്കി വെക്കാം. നമ്മൾ ബാക്കും വെട്ടി ഫ്രണ്ടും വെട്ടി. ഇനി എന്താ വേണം, നമ്മൾ ഈ കട്ടിങ് പീസ് കൂടെ വെട്ടണം ഫ്രണ്ടിന് അല്ലേ.